ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. അടുത്ത അധ്യയന വർഷം മുതൽ പ്രൈമറി തലത്തിൽ ഉൾപ്പെടെ സ്പോർട്സ് പാഠ്യ വിഷയമാക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച സ്കൂൾ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിന്റെയും ജിംനേഷ്യത്തിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളെ കായിക മേഖലയിലേക്ക് ആകർഷിക്കാൻ കൂടുതൽ പരിപാടികൾ ആവിഷ്കരിക്കും. മയക്കുമരുന്നിനെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കായികയാത്ര സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളും പ്രൈമറി തലം തൊട്ട് സ്പോർട്സ് ഒരു ഇനമായി പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പാഠപുസ്തകങ്ങൾ അച്ചടി ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അത് വരുന്നതോടുകൂടി ധാരാളം ആക്ടിവിറ്റീസ് നമ്മളെ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയും. പ്രൈമറി തലത്തിലാണെങ്കിൽ പുതിയ അധ്യാപകരെ, കായിക അധ്യാപകരെ നമുക്ക് നിയമിക്കേണ്ടത്. പഞ്ചായത്തിൻ്റെയും കായിക വകുപ്പിൻ്റെയും സഹായത്തോടുകൂടി കുട്ടികൾക്ക് ഈ പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കാനും അത് പ്രാക്ടിക്കലായി അവർ കാണിച്ചു കൊടുക്കാനും കഴിയും. ആ ഒരു രീതിയിലേക്ക് കൂടി കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കെതിരെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കായിക മേഖലയിലുള്ള പുതിയ പ്രവർത്തനങ്ങളും എല്ലാ കുട്ടികളെയും കായിക മേഖലയ്ക്ക് ആകർഷിക്കാനുള്ള നിരവധി കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കൂടുതൽ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. കായിക വകുപ്പ് തന്നെ അടുത്ത ഏപ്രിൽ മാസത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയുള്ള എല്ലാ വിദ്യാലയങ്ങളും യുവജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് മയക്കുമരുന്നിനെതിരായി പുതിയൊരു യാത്ര സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രചരണാർത്ഥം അത് കായിക വകുപ്പ് തന്നെ നടത്തണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. കായിക മേഖലയിൽ അടിസ്ഥാനപരമായ മാറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മത്സരങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായ നേട്ടം കൈവരിക്കാനും കായികക്ഷമത ഉറപ്പുവരുത്താനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷയായി. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ P ശ്രീജിത്ത്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APM മുഹമ്മദ് അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM സജിത, പിണറായി പഞ്ചായത്ത് അംഗം A ദീപ്തി, PTA പ്രസിഡന്റ് എലിയൻ അനിൽകുമാർ, മദർ PTA പ്രസിഡന്റ് ജസിന ലതീഷ്, SMC ചെയർമാൻ VG ബിജു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K ശശിധരൻ, CN ഗംഗാധരൻ, സുജിത് കാരായി, NP താഹിർ, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കക്കോത്ത് രാജൻ, സ്റ്റാഫ് സെക്രട്ടറി NM ബിജോയ്, കായിക അധ്യാപിക A സുസ്മിത, പ്രധാനാധ്യാപകൻ K സുരേന്ദ്രൻ, മുൻ HM R ഉഷാനന്ദിനി എന്നിവർ സംസാരിച്ചു. 2 കോടി രൂപ ബജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് വിദ്യാലയത്തിൽ പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയത്. കായിക മേഖലയിൽ വൻ മുന്നേറ്റമാണ് വിദ്യാലയം നടത്തുന്നത്. വിദ്യാലയത്തിലെ 6 വിദ്യാർത്ഥികൾ ദേശീയ തലത്തിൽ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അർഹത നേടിയിട്ടുണ്ട്. 50ഓളം വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിലും മത്സരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയവും ഫ്ലഡ്ലൈറ്റ്സ് ഗ്രൗണ്ടും സജ്ജമായതോടെ ഇനിയും കായിക മേഖലയിൽ വൻ കുതിപ്പ് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.